ആൻഡ് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ he just kicked me here in my tummy. I fell on the cot. അമ്മ ഇങ്ങനെ പിടിക്കൂലേ, എന്നിട്ട് യു ക്രൈ. ഹി സേസ്, ഓ യു ആർ എ ബെസ്റ്റ് ആക്ട്രസ്. കരഞ്ഞോ കരഞ്ഞോ, നല്ല കരയും. കോൺസ്റ്റന്റ്ലി ഹി വാസ് ട്രൈങ് ടു ഡു സംതിങ്, കോൺസ്റ്റന്റ്ലി. അണ്ടിയുടെ നീളവും ബീജത്തിന്റെ എണ്ണവും വിനയായി രാഹുൽ പുറത്ത്, രാഹുൽ പാർട്ടിക്ക് പുറത്ത്, MLA സ്ഥാനത്ത് നിന്ന് പുറത്ത്, രാഹുൽ കോടതിക്ക് ജാമ്യത്തിന് പുറത്ത്, അവസാനം രാഹുൽ ജയിലിനകത്തേക്കാണ് പോവാൻ പോകുന്നത്. പക്ഷെ മുകേഷ് അണ്ടിയുടെ നീളം കുറവാണ്, രാഹുലുമായി തട്ടിച്ചു നോക്കുമ്പോൾ തീവ്രത കുറവാണ്, ബീജത്തിന്റെ എണ്ണം കുറവാണ്. അതുകൊണ്ട് മുകേഷ് നിയമസഭയിൽ ഇരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടത് സരിതയുടെ എന്ന് പറഞ്ഞാൽ മുൻ സിനിമാ താരമായിട്ടുള്ള മുകേഷിന്റെ ഭാര്യയായിട്ടുള്ള സരിത കരഞ്ഞുകൊണ്ട് മുകേഷിന്റെ ക്രൂരതകൾ എണ്ണി എണ്ണി വിവരിച്ചതിന്റെ ദൃശ്യങ്ങളാ. അതിങ്ങനെ തലയാട്ടിക്കൊണ്ട് കേട്ടിരിക്കുന്നത് ആരാണെന്നറിയാമോ നിങ്ങള്? ആളെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. അത് നമ്മുടെ ഇന്നത്തെ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് ആണ്. മുൻപ് ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അന്ന് സരിതയുമായിട്ട് വീണ ജോർജ് എടുത്ത ഒരു അഭിമുഖത്തിന്റെ ഒരു അംശം മാത്രം നിങ്ങളെ കേൾപ്പിച്ചതാണ്, കാണിച്ചതാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയപ്പോ അന്ന് കേരളം നിനക്കൊപ്പമുണ്ട്, തളരാതെ മുന്നോട്ട് കുതിക്കുക എന്ന് വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. പക്ഷെ അതേ വീണ ജോർജിന്റെ കൂടെ ഇരിക്കുന്നതാരാ? ഈ വീണ ജോർജിനോട് സ്വന്തം ഭാര്യയായിട്ടുള്ള സരിത, അന്ന് തന്റെ വേദനകൾ തുറന്നു പറഞ്ഞ സരിത, മറ്റാരെക്കാളും എന്നെക്കാൾ കൂടുതലേറെ, കേൾക്കുന്ന നിങ്ങളെക്കാൾ കൂടുതലേറെ സരിതയെ എന്തൊക്കെ ക്രൂരതകൾ അനുഭവിച്ചു എന്ന് ഉള്ളത് വീണ ജോർജിന് അറിയാം. മുകേഷ് ആരാണെന്നുള്ളത് വീണ ജോർജിന് നന്നായിട്ട് അറിയാം. പക്ഷേ ഇരയോട് വീണ ജോർജ് പറയുന്നത് എന്താ? മുന്നോട്ട് കുതിക്കുക, കേരളം നിന്നോടൊപ്പമാണ്, കേരളം സരിതയോടൊപ്പമില്ല. മുകേഷ് പീഡിപ്പിച്ച യുവതിയോടൊപ്പം കേരളമില്ല, കേരളം രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച യുവതിയോടൊപ്പം മാത്രമാണുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത്? അണ്ടിയുടെ നീളവും ബീജത്തിന്റെ എണ്ണവും വിനയായി. അത് രാഹുലിന് ഇച്ചിരി നീളം കൂടുതലാണെന്നാ പറയുന്നത്. രാഹുലിന്റെ ശുക്ലത്തിൽ ബീജങ്ങളുടെ എണ്ണം കൂടുതൽ, കൗണ്ട് കൂടുതലാണെന്നാ പറയുന്നത്. അതുകൊണ്ട് അത് രണ്ടും രാഹുലിന് വിനയായി. രാഹുൽ പുറത്തേക്ക് പോയി. മുകേഷ് നേരെ നിയമസഭയിലും. ഇന്നിപ്പോ ഗോവിന്ദൻ പറയുന്നത് എന്താ? ഗോവിന്ദൻ പറയുന്നത് മുകേഷ് ഞങ്ങളുടെ പാർട്ടിയിലെ അംഗമല്ല എന്നാണ് പറയുന്നത്. എന്തേ മുകേഷിന്റെ കാര്യത്തിൽ ധാർമ്മികത കാണിക്കാത്തത്, എന്തേ മുകേഷിന്റെ കാര്യത്തിൽ നടപടി ഉണ്ടാകാത്തത് എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോ ഗോവിന്ദൻ പറയുന്നത് അല്ല, മുകേഷ് ഞങ്ങളുടെ പാർട്ടി അംഗമല്ല എന്നാണ്. പക്ഷേ മുകേഷ് മത്സരിച്ചത്, കൊല്ലത്ത് മത്സരിച്ചത് അത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലാ. മുകേഷ് MP ആവാൻ വേണ്ടി കൊല്ലത്ത് നിന്ന് NK പ്രേമചന്ദ്രനെതിരെ മത്സരിച്ചതും പാർലമെന്റിലേക്ക് മത്സരിച്ചതും നിയമസഭയിലേക്ക് മത്സരിച്ചതും അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലാ. CPM-ന്റെ ലേബലിലാണ് മുകേഷ് മത്സരിച്ചത്. LDF മുന്നണിയിലാണ് മുകേഷ് മത്സരിച്ചത്. എന്തേ ഗോവിന്ദ, പാർട്ടി ചിഹ്നം കൊടുത്ത് മത്സരിപ്പിച്ച് വിജയിച്ച വ്യക്തി പെണ്ണുപിടിയനാകുമ്പോ, റേപ്പ് കേസിലെ പ്രതിയാകുമ്പോ അയാൾക്കെതിരെ നടപടിയെടുക്കാൻ പാർട്ടി ആകണമെന്നുണ്ടോ? രാജി എഴുതി വാങ്ങുന്നേ, പാർട്ടിയിൽ അംഗമല്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? MLA സ്ഥാനത്ത് നിന്ന് ഇറങ്ങിത്തരണം, MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് രാജി എഴുതി വാങ്ങണം. എന്തേ ആ ധാർമ്മികത നിങ്ങളെ അതൊന്നും പഠിപ്പിക്കുന്നില്ലേ? അതോ അത് രാഹുലിന്റെ കാര്യത്തിൽ മാത്രമേ ഈ ധാർമ്മികതയൊക്കെ ഉള്ളൂ? ഞങ്ങളുടെ കുട്ടികൾ പീഡിപ്പിച്ചാല് ഇന്നലെ നിങ്ങളുടെ വനിതാ നേതാവ് പറഞ്ഞതുപോലെ അത് തീവ്രത കുളവാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേറിയിട്ട് 4 സെന്റിമീറ്റർ പുറത്തായിരുന്നു എന്നാണ് ഇന്നലെ നിങ്ങളുടെ വനിതാ നേതാവ് പറയുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് മുകേഷ് പാർട്ടിയുടെ അംഗമല്ല. പക്ഷെ മുകേഷ് മത്സരിച്ചത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തില്. മുകേഷ് MP സ്ഥാനത്തേക്ക് പാർലമെന്റിലേക്ക് മത്സരിച്ചതും MLA ആയിരിക്കുമ്പോ ഈ പീഡന പരാതികൾ ഉണ്ടായിരിക്കുമ്പോഴാണ് മുകേഷിനെ രണ്ടാമതും MP സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നത്. അതുകൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. ആ മുകേഷിനെ MP ആക്കാൻ വേണ്ടി മത്സരിക്കുന്നതിന് അന്ന് മുകേഷിനെതിരെ ഈ പറയുന്ന മുകേഷ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജാമ്യത്തിലുള്ള വ്യക്തിയാണ് എന്ന് മാത്രമല്ല, മുകേഷിനെതിരെയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മുകേഷിനെയാണ് പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചത്, അതും അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ. അപ്പോ മുകേഷ് പാർട്ടിയുടെ അംഗമല്ല. ഗോവിന്ദന്റെ പുതിയ ക്യാപ്സ്യൂൾ അതാ. സഖാക്കൾക്ക് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ കിട്ടിക്കാണും. ഇല്ലേ? കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളുടെ
ഗോവിന്ദൻ ഇപ്പോ മാധ്യമങ്ങളെ കണ്ടിട്ട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം നിഷേധിക്കപ്പെട്ടതിന് ശേഷം, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ഈ പറയുന്ന വാർത്തകൾക്ക് തൊട്ടു പിന്നാലെ ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ഗോവിന്ദൻ പറയുന്ന വാക്കുകളാണ്: മുകേഷ് പാർട്ടി ചിഹ്നം നൽകി അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ LDF സ്ഥാനാർത്ഥിയായി MLA ആകാൻ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവകാശം നൽകുന്നു, വിജയിച്ചു കയറുന്നു. അങ്ങനെ വിജയിച്ചു കയറി എന്ന് കരുതി MP ആവാൻ പാർലമെന്റിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മത്സരിപ്പിക്കുന്നു. അതിൽ തോറ്റു തുന്നം പാറി. അപ്പൊ പാർട്ടി മത്സരിപ്പിച്ചത് വല്ല കണ്ണട ചിഹ്നത്തിലോ അല്ലെങ്കിൽ ഈ സരിൻ മത്സരിച്ചതുപോലെ ഈ പറയുന്ന സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിലോ ഒന്നുമല്ല മുകേഷ് മത്സരിച്ചത്. മുകേഷ് മത്സരിച്ച് വിജയിച്ച് കയറിയത് പാർട്ടി ചിഹ്നത്തിലാ, അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലാ. ഗോവിന്ദ, അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളം നിങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമല്ലേ? ആ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച് കയറിയ ഈ റേപ്പ് കേസിലെ പ്രതിയെ ഒന്ന് MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയെങ്കിലും എഴുതി വാങ്ങാനുള്ള അന്തസ്സും അഭിമാനമെങ്കിലും ഉണ്ടാവണം ഗോവിന്ദ. എന്നിട്ട് വന്നിരുന്നിട്ട് ധാർമ്മികതയുടെ ക്ലാസ് എടുക്ക്, എന്നിട്ട് വന്നിരുന്നിട്ട് കേരളത്തിലെ ജനങ്ങളെ പ്രബുദ്ധരാക്കാനുള്ള ക്ലാസ് എടുക്ക്. അതിനു മുമ്പ് തീവ്രത കുറവാണ്, അത് അകത്തേക്ക് പൂർണ്ണമായും കയറിയില്ല, 2 സെന്റിമീറ്റർ പുറത്താണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വനിതാ നേതാക്കളെ ഇറക്കി ന്യായീകരണങ്ങൾ ഇറക്കുമ്പോ ഗോവിന്ദ ഉളുപ്പ് വേണം ഗോവിന്ദ, ഇച്ചിരിയെങ്കിലും ഉളുപ്പ്. ആ ഉളുപ്പൊന്നും പറയാൻ അല്ലെങ്കിലും അയ്യന്റെ പൊന്നു കെട്ടവനോട് ഞാനെന്ത് ഉളുപ്പ് പറയാനാ? അല്ലേ, അയ്യന്റെ പൊന്നു കെട്ടവനോട് ഞാനെന്ത് ഉളുപ്പ് പറയാനാ? അയ്യന്റെ പൊന്നു കെട്ടവനോട് ഞാനെന്ത് ധാർമ്മികത പറയാനാ? കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ വല്ലാതെ അങ്ങ് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്ന കണ്ടു. രാഹുലിനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി അറിയാതെ രാഹുൽ നിന്ന നിൽപ്പിന്ന് അനങ്ങില്ല എന്നാണ് പറയുന്നത് കേട്ടത്. ശരിയാണ്. വിജയൻ അറിയാതെ പത്മകുമാർ അയ്യന്റെ പൊന്ന് കക്കില്ലായിരുന്നു. വിജയന്റെ അറിവോട് കൂടി തന്നെയാണ് പത്മകുമാറും വാസുവും മുരാരി ബാബുവും ചേർന്ന് അയ്യന്റെ പൊന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയത്. അത് വിജയന്റെ അറിവോട് കൂടി തന്നെയാണ്. അപ്പൊ ധാർമ്മികത നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? പോത്തിനോട് വേദം ഓതിയിട്ട് എന്ത് കാര്യം? അയ്യന്റെ പൊന്ന് കക്കാൻ ഒരു ലെവലേശം ഉളുപ്പ് കാണിക്കാത്തവരോട് ഞാനെന്ത് ധാർമ്മികത പറയാനാ? അങ്ങനെ ധാർമ്മികത പറഞ്ഞാലും ഈ അകത്തോട്ട് കയറിയതിന്റെ അളവും അകത്ത് നിക്ഷേപിച്ച തുള്ളിയുടെ എണ്ണവും പുറത്ത് കളഞ്ഞ തുള്ളിയുടെ എണ്ണവും പറഞ്ഞ് ന്യായീകരിക്കാൻ ഇറങ്ങുന്ന സഖാക്കളോട് എന്ത് ധാർമ്മികത വിളമ്പാൻ, എന്ത് ലോജിക്ക്, എന്ത് അന്തസ്, എന്ത് ആത്മാഭിമാനം? ഇതൊന്നും ഇല്ലാത്തവനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അല്ലേ ഗോവിന്ദ? അതോ മുകേഷ് പീഡിപ്പിച്ചത് സ്ത്രീയെ അല്ല എന്നാണോ? പി ശശിയും BK ശശിയും കടകംപള്ളിയും തോമസ് ഐസക്കും അങ്ങനെ തുടങ്ങി ഗണേഷ് കുമാറും മുഹമ്മദ് റിയാസിൽ വരെ എത്തി നിൽക്കുന്ന ആളുകളൊന്നും പീഡിപ്പിച്ചത് സ്ത്രീകളെ അല്ല എന്നാണോ? അപ്പോ എന്താണ് നിങ്ങളുടെ വാദഗതി എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഈ വാദങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നും മനസ്സിലാവുന്നില്ല. ധാർമ്മികതയാണ് പ്രശ്നമെങ്കിൽ അവിടെ പിന്നെ ഈ വാദഗതികൾക്കൊന്നും സ്ഥാനമില്ലല്ലോ ഗോവിന്ദ. നിങ്ങളുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച് MLA ആയി MLA സ്ഥാനത്ത് തുടരുന്ന ഒരു വ്യക്തി, അയാൾക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുമ്പോ ധാർമ്മികതയാണ് പ്രശ്നമെങ്കിൽ ആരോപണങ്ങൾ വരുമ്പോ അയാളെ എടുത്ത് പുറത്തിടണം, അയാളിൽ നിന്ന് രാജി എഴുതി വാങ്ങണം. അതല്ല ന്യായീകരണങ്ങളാണ് പ്രശ്നമെങ്കിൽ പല ന്യായീകരണങ്ങളും ഇറക്കാം. ഇത്തരത്തിൽ അയാൾ പാർട്ടി അംഗമല്ലെന്ന് പറയാം, ഇവരൊക്കെ അകത്തോട്ട് കയറ്റിയതിന്റെ അളവ് കുറഞ്ഞെന്ന് പറയാം, ഉള്ളിലിട്ട തുള്ളിയുടെ അളവ് കുറഞ്ഞെന്ന് പറയാം, പുറത്തിട്ട തുള്ളിയുടെ അളവ് കൂടുതലാണെന്ന് പറയാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അണ്ടിയുടെ നീളവും ബീജത്തിന്റെ എണ്ണവും വലിയ വിനയാകും, അല്ലെങ്കിൽ അതാവാം മേട്ടർ. കാരണം നിങ്ങളുടെ കയ്യിൽ അളക്കാനുള്ള മെഷീൻ ഉണ്ടല്ലോ. PK ശ്രീമതിയും AK ബാലനും അതിൽ വൈദഗ്ധ്യമുള്ളവരാണല്ലോ, അവരാണല്ലോ ട്രെയിൻഡ് പേഴ്സൺസ്. ഈ മെഷീൻ കൈകാര്യം ചെയ്യാൻ വളരെയധികം കാര്യക്ഷമതയോടുകൂടി കൈകാര്യം ചെയ്യാൻ എല്ലാ പരിജ്ഞാനവും ഉള്ളവർ PK ശ്രീമതിയും AK ബാലനുമാണല്ലോ. അങ്ങനെ അവരുള്ളത് കൊണ്ട് ഈ പറയുന്ന അനുഭവ സമ്പത്താണോ മിസ്റ്റർ ഗോവിന്ദൻ എല്ലാത്തിന്റെയും മാനദണ്ഡം? എന്താണെങ്കിലും ഗോവിന്ദ, ധാർമ്മികതയാണെങ്കിൽ അത് ധാർമ്മികത തെല്ലും നിങ്ങളെ തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടി വരും. കാരണം ആ ധാർമ്മികതയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അയ്യന്റെ പൊന്ന് കക്കാൻ തുനിഞ്ഞിറങ്ങില്ലായിരുന്നു. മാത്രമല്ല അയ്യന്റെ പൊന്ന് കട്ടവരെ സംരക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങില്ലായിരുന്നു. അപ്പോ ആ ധാർമ്മികത നിങ്ങൾക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, കൈ
ആ കൈ പാടേ ഇല്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയരുത് ഗോവിന്ദ. വിരലില്ലാത്തവൻ ആണെങ്കിൽ വേണമെങ്കിൽ കൈയില്ലാത്തവനെ കുറ്റം പറയാം. ഇത് കയ്യേ ഇല്ല, അവനാണ് വിരലില്ലാത്തവനെ കുറ്റം പറയുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ധാർമ്മികത പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായിട്ടുണ്ട് മിസ്റ്റർ ഗോവിന്ദൻ.